തെരച്ചിൽ തുടരുകയാണ്. 4 സംഘങ്ങളായി 150ഓളം സേനാംഗങ്ങളാണ് അവിടെ തെരച്ചിൽ നടത്തുന്നത്. ആ മേഖലയിൽ മാത്രമല്ല, നിലമ്പൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കും തെരച്ചിൽ വ്യാപിപ്പിച്ചിട്ടുണ്ട്. നിരവധി മൃതദേഹങ്ങൾ ലഭിച്ചത് ഈ ചാലിയാറിൽ നിന്നായതുകൊണ്ട് തന്നെ അവിടേക്കും കൂടുതൽ തെരച്ചിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാബു ചേരുന്നുണ്ട്. ശ്രീ ബാബു, ഇവിടെ കാലാവസ്ഥ നിലവിൽ എന്താണ്? വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ എല്ലാ തരത്തിലും നടക്കുന്നുണ്ട്. പാലം നിർമ്മാണത്തിലൂടെ കൂടുതൽ മുണ്ടക്കൈയിലേക്ക് എത്തിയുള്ള പ്രവൃത്തികളിലേക്ക് കടക്കാൻ സാധിക്കുമെന്നാണ് അറിയുന്നത്. എന്താണ് നിലവിലെ അവസ്ഥ? നിലവിലെ നമ്മളെ മുണ്ടക്കൈ പ്രദേശത്ത് ഇന്നലെ വലിയൊരു പ്രയാസമായിരുന്നു. കാരണം ഒരു പ്രദേശം തന്നെ ഒറ്റപ്പെട്ടു, വെള്ളത്താൽ ചുറ്റപ്പെട്ട് ഒരു ആൾക്കും അങ്ങോട്ട് കടക്കാൻ പറ്റുന്ന സാഹചര്യമായിരുന്നു. വളരെ സാഹസികമായിട്ടാണ് കുറച്ച് പേര് അങ്ങോട്ട് കടക്കുകയും അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇന്ന് ആ സ്ഥിതിവിശേഷം കുറച്ച് മാറി. ഇന്നലെ മിലിറ്ററി താൽക്കാലിക പാലം നിർമ്മിക്കുകയും അതുപോലെ ഹെലിപ്പാഡ് പോലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുകയും ചെയ്തപ്പോൾ അവിടെയുള്ള കുടുങ്ങി കിടക്കുന്ന ആളെ അങ്ങോട്ട് കയറ്റി വിടാനും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം അങ്ങോട്ട് പോകാനും സാധിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഉച്ചവരെ മഴ കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് നല്ല കുറയും കൂടി സാധ്യത ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം കാലാവസ്ഥ മാറി ചെറിയ തോതിൽ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും പിന്നെ ഇന്നലത്തെക്കാളും നല്ല രീതിയിൽ പിന്നെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. അവിടുന്ന് ഇന്നലെ തന്നെ നമ്മളെ പരിക്കേറ്റവരും അതുപോലെ തന്നെ മാറി താമസിക്കുന്നവരെയൊക്കെ തന്നെ പിന്നെ ഇന്നലെ പുറത്തെത്തിക്കാൻ സാധിച്ചു. ഇന്ന് പൂർണ്ണമായും പിന്നെ കുടുങ്ങി കിടക്കുന്ന വീടിനകത്തും മരത്തിനടിയിലും അങ്ങനെയുള്ള കുടുങ്ങി കിടക്കുന്ന മൃതശരീരങ്ങളാണ് ഇന്ന് പുറത്തെത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ബാബു, താങ്കൾ അവിടെയായിരുന്നോ താമസിക്കുന്നത്? അല്ല, ഞാൻ താമസിക്കുന്നത് പിന്നെ 21ാം വാർഡിലാണ്. ഞാൻ മെമ്പർ ആയത് ഈ 11ാം വാർഡ് മുണ്ടക്കൈയിലാണ്. താങ്കളായിരുന്നോ കഴിഞ്ഞ ദിവസം ഈ പുഴയിൽ വെള്ളം കൂടാൻ സാധ്യതയുണ്ടെന്നൊക്കെ മുന്നറിയിപ്പ് നൽകിയിരുന്നത്? അതെ, നമ്മള് പിന്നെ ഒരു ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു നിർദ്ദേശപ്രകാരം നമ്മളെ വില്ലേജ് ഓഫീസർ, തഹസിൽദാർ, ഫയർഫോഴ്സ് അടക്കമുള്ള ഞങ്ങൾ ആ സ്ഥലത്ത് പോവുകയും എല്ലാവരോടും മാറി താമസിക്കാൻ പറയും. കുറച്ചുപേര് വൈകുന്നേരത്തോട് ബന്ധുവീട്ടിലേക്ക് മാറാനും എന്തെങ്കിലും പിന്നെ പ്രയാസം ഉണ്ടാകണം വിളിക്കാന്നും ഒക്കെയാണ് പറഞ്ഞത്. അന്ന് 4 ST കുടുംബത്തെയാണ് നമുക്ക് അന്ന് മാറ്റാൻ സാധിച്ചത്. ബാക്കി എല്ലാവരും ഇന്നത്തെ ദിവസം കൂടി കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലല്ലോ. മഴയും വന്ന അത്രയും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അല്ല, മഴ കുറവായിരുന്നു, ഇത്രയും പ്രതീക്ഷിച്ചിട്ടുമില്ല. പിന്നെ ബാബു, ഇതിലൊരു പ്രതിസന്ധിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിലമ്പൂരിൽ ഒരുപാട് മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പം അവരെയൊക്കെ തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട് അവിടെയുണ്ട്. അപ്പം മേപ്പാടിയിലേക്ക് മാറ്റുന്നുണ്ടായിരുന്നു ആശുപത്രിയിലേക്ക്. അപ്പം ആൾക്കാർക്ക് അവിടെ എത്തിയിട്ട് കണ്ടെത്താൻ ഇപ്പം ചില കുടുംബങ്ങളിൽ ആരും ബാക്കിയില്ല എന്നുള്ളതുണ്ട്. അപ്പം നിങ്ങൾക്കൊക്കെ പോയിട്ട് കാണാനുള്ള സൗകര്യത്തിനാണോ? അപ്പം എല്ലാവരെയും അങ്ങോട്ട് എത്തിക്കുന്നുണ്ടോ? എത്തിച്ചു കഴിഞ്ഞോ? അവിടുന്ന് പിന്നെ മൃതശരീരങ്ങൾ ഇപ്പം മേപ്പാടിക്ക് വന്നുകൊണ്ട് നിൽക്കുകയാണ്. അത് പിന്നെ നേരെ പഞ്ചായത്തിന് മുന്നിലെ APJ കടന്നു പറഞ്ഞ കാളിലും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ മറ്റൊരു കാളിലേക്കാണ് ഫ്രീസർ അടക്കമുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ഈ ബോഡി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവരുടെ ബന്ധുക്കളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. അവർക്ക് തിരിച്ചറിയാൻ സാധിക്കും. പക്ഷെ ഇത്രയും ദൂരം വനത്തിലൂടെയും പാറകളിലൂടെയൊക്കെ ഈ ബോഡി ഒഴുകി അവിടെ എത്തിയപ്പോൾ എത്രത്തോളം തിരിച്ചറിയാൻ കഴിയുന്നുള്ളത് വലിയൊരു പ്രയാസമുള്ള കാര്യമാണ്. അത് വലിയ ബുദ്ധിമുട്ടാണല്ലേ? നിങ്ങൾ ഈ പഞ്ചായത്തിന്റെ കണക്കനുസരിച്ചൊക്കെ ആളുകളെ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ധാരണയിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടോ? എന്തോ അല്ല, പഞ്ചായത്ത് എടുത്തിരിക്കുന്ന കണക്കേ, നിങ്ങളുടെ വോട്ടേഴ്സ് ലിസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എടുത്തിരിക്കുന്ന കണക്ക് വെച്ചിട്ട് അതിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടോ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ആളുകൾ? ഇപ്പം നമുക്ക് ഇപ്പൊ അവിടെ നിന്ന് കാണാതായവരിൽ ചെറിയൊരു ശതമാനം ആൾക്കാരെ ഇപ്പൊ കണ്ടെത്തിയിട്ടുള്ളൂ. അതിന് എത്രത്തോളമാണ് ഇതിന്റെ വ്യാപ്തി എന്നുള്ളത് ഇപ്പോഴും പറയാൻ പറ്റാത്ത മുണ്ടക്കൈയിലേക്ക് എത്തിപ്പെട്ടാലേ അത് അറിയാൻ പറ്റുള്ളൂ അല്ലേ? അതെ, മുണ്ടക്കൈയില് ഇപ്പോ രക്ഷാപ്രവർത്തനം നടക്കുന്നത് മറ്റുള്ളവര് പല ക്യാമ്പുകളിലൊക്കെയാണ്. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ ഓരോ കുടുംബത്തിൽ എത്ര പേരാണ് നഷ്ടപ്പെട്ടതെന്നൊക്കെ ഒന്നും അറിയാൻ കഴിയില്ല. ചില കുടുംബങ്ങൾ പൂർണ്ണമായിട്ടും എല്ലാവരും മരണപ്പെട്ടിട്ടുണ്ട്. ഈ ക്യാമ്പുകളിലൊന്നും ഇപ്പം മറ്റാവശ്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലെ? എല്ലാവർക്കും ഇപ്പോ എല്ലാവർക്കും അവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഒരുപാട് സന്നദ്ധ സംഘടനകളും സർക്കാരും അതിനുവേണ്ട എല്ലാ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു പ്രയാസങ്ങളൊന്നും ക്യാമ്പുകളിലില്ല. ശരി, നന്ദി ബാബു സംസാരിച്ചതിന്. സേഫായിട്ടിരിക്കൂ.